ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് പ്രവാസികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ മിക്കവർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ മെയിനായിട്ടും പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഗൈസ്, അതിൽ ഒന്നെന്ന് പറയുന്നത് പ്രവാസി ID അഥവാ നോർക്ക ID. അതായത് ഇതെന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് നമ്മുടെ ID കാർഡ് പോലുള്ള ഒരു കാർഡാണ്. ഈ കാർഡ് ഏറ്റവും പ്രധാനമായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഇന്ത്യൻ എംബസിയിൽ കോൺടാക്ട് ചെയ്യുക ഉൾപ്പെടെ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ID കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്കിതൊരു പ്രിവിലേജ് കാർഡായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, ഇനി രണ്ടെന്ന് പറയുന്നത് പ്രവാസി പെൻഷൻ. ഈ പ്രവാസി പെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയത്തില്ല. അതായത് നിങ്ങളിപ്പോൾ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 2 വർഷമായി, അതായത് നിങ്ങളിപ്പോൾ ഗൾഫിൽ വന്നിട്ട് 2 വർഷത്തിൽ കൂടുതലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രവാസി പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അല്ല നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലിരുന്നുകൊണ്ട് വേണമെങ്കിലും ഈ പ്രവാസി പെൻഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 വർഷം നിങ്ങൾ ഗൾഫിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ പെൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. അതായത് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് പ്രതിമാസം 2000 മുതൽ 8000 രൂപ വരെ പെൻഷൻ ലഭിക്കാവുന്ന സ്കീമാണ് ഈ പ്രവാസി പെൻഷൻ എന്ന് പറയുന്നത്. 3 പറയുന്നത് പ്രവാസി രക്ഷാ ഇൻഷുറൻസ്. അതായത് നിലവിൽ ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണ്, അതായത് വിദേശത്താണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഇൻഷുറൻസിൻ്റെ പ്രൈസാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. അതായത് ഒരു വർഷത്തേക്ക് 699 രൂപ പ്രീമിയം നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസിൽ നമുക്കും പങ്കാളികളാകാനായിട്ട് സാധിക്കും. അതും ഈ ഇൻഷുറൻസിലൂടെ എത്ര രൂപ വരെ കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഈ 699 രൂപ നമ്മൾ പ്രീമിയം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. 4 പറയുന്നത് കാരുണ്യം പദ്ധതി. കാരുണ്യം പദ്ധതി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഗൾഫിലാണ്, ഗൾഫിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്, നാട്ടിൽ പോയി ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആകാനായിട്ട് പോകുന്നത്. അതായത് നാട്ടിൽ പോയി നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 18% സബ്സിഡിയോടുകൂടി തന്നെ ലോൺ ലഭിക്കാനായിട്ടും ഈ കാരുണ്യം പദ്ധതി നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ഇനി 5 പറയാൻ പോകുന്നത് സാന്ത്വനം പദ്ധതി. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. കാരണം ഇതിൽ അതായത് നമുക്കൊരു രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. ഈ രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് 15000 രൂപ വരെ ഇതിൽ നിന്നും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചികിത്സാ സഹായമായിട്ട് നിങ്ങൾക്ക് 50000 രൂപ വരെ ഇതിൽ നിന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മരണസഹായമായിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഇതിൽ നിന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ വെറും ഒരു രജിസ്ട്രേഷനിലൂടെ മാത്രം നിങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം പദ്ധതി നിങ്ങൾ മാക്സിമം എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഗൈസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് പ്രവാസി കേന്ദ്രയിലാണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.